പാകിസ്ഥാനിലെ കരസേനാ മേധാവി ജനറൽ അസീം മുനീറിനെ പരമോന്നത പദവിയായ ഫീൽഡ് മാർഷലിലേക്ക് ഉയർത്തിയതോടെ ലോകത്തിന്റെ പല കോണിൽ നിന്നും വലിയ വിമർശനങ്ങളാണ് പാകിസ്ഥാനെതിരെ ഉയരുന്നത്. ഇപ്പോഴിതാ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ജനറൽ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ പദവി നൽകിയ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇമ്രാൻ ഖാന്റെ വിമർശനം. പാകിസ്ഥാനിൽ നിലവിൽ കാട്ടുനീതിയായതിനാൽ ജനറൽ അസീം മുനീറിന് ഫീൽഡ് മാർഷൽ എന്നതിന് പകരം രാജാവ് എന്ന പദവിയാണ് നൽകേണ്ടിയിരുന്നത് എന്നായിരുന്നു ഇമ്രാൻഖാന്റെ പരാമർശം. അസീം മുനീറിനെതിരെ ഇത്തരം വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരാൻ കാരണമെന്ത് നോക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനേക്കാൾ പവർഫുൾ ആയ ഒരു സൈനിക ശക്തി, അങ്ങനെയാണ് പാകിസ്ഥാൻ സൈന്യം എന്നും അറിയപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അസീം മുനീറിനെ ഫീൽഡ് മാർഷലിലേക്ക് ഉയർത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ തിരിച്ചടി നേരിട്ട പാകിസ്ഥാൻ അസീം മുനീറിനെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റുമെന്ന റിപ്പോർട്ടുകൾ വന്നതിനിടെയാണ് ഏവരെയും ഞെട്ടിച്ച് പാക് ഗവൺമെന്റിന്റെ അസാധാരണ പ്രൊമോഷൻ നീക്കം നടന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു തീരുമാനം. മുൻപ് 1959 പാകിസ്ഥാനിൽ ഫീൽഡ് മാർഷലായി ഒരു സൈനിക മേധാവി വന്നത്. അന്ന് ജനങ്ങളുടെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രസിഡന്റ് ഇസ്കന്ദർ മിർസിയാണ് പട്ടാള ഭരണം പ്രഖ്യാപിച്ച് ജനറൽ അയ്യൂബ് ഖാനെ ചീഫ് പട്ടാള നിയമ അഡ്മിനിസ്ട്രേറ്ററായി നിയമിച്ചത്. 1947 രൂപീകരണ ശേഷം നിരന്തരമുള്ള അവിശ്വാസ പ്രമേയങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന സഖ്യകക്ഷികൾ, അസ്ഥിരമായ പാർലമെന്ററി സംവിധാനം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിൽ കൂടിയായിരുന്നു മിർസിയുടെ നീക്കം. എന്നാൽ അയ്യൂബ് ഖാൻ തന്റെ അധികാരം ഉപയോഗിച്ച് സ്വയം ഫീൽഡ് മാർഷലാവുകയും രാജ്യത്തെ തനിക്ക് തോന്നുന്ന രീതിയിൽ നിയന്ത്രിക്കുകയും പാക് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്തു. 1969 വരെ അത് തുടർന്നു. പിന്നീട് 65 വർഷങ്ങൾക്കിപ്പുറമാണ് പാകിസ്ഥാന് വീണ്ടും ഒരു ഫീൽഡ് മാർഷൽ ഉണ്ടാവുന്നത്. അതായത് പാകിസ്ഥാൻ വീണ്ടും ഒരു പട്ടാള ഭരണത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത്. ഒരു സൈനിക മേധാവി എന്ന നിലയിൽ എണ്ണിപ്പറയാനുള്ള നേട്ടങ്ങളൊന്നും അസീം മുനീറിനില്ല. അതിനൊടുവിലത്തെ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയുള്ള ഇന്ത്യയുടെ മറുപടി. പാക് സൈന്യത്തെ മതാധിഷ്ഠിതമാക്കിയ സേനാ മേധാവി എന്ന നിലയിൽ ജിഹാദി ആശയമുള്ള ഭീകര സംഘടനകൾക്ക് ഏറെ പ്രിയമുള്ള നേതാവ് കൂടിയാണ് അസീം. അസമിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് വഴി ഭരണകൂടത്തെക്കാൾ അതിർത്തിയിലെയും സൈനിക നീക്കങ്ങളിലെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കൂടുതൽ അവകാശം അസമിൽ വന്നു ചേരും. ഇതിലൂടെ അതിർത്തിയിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും സംഘർഷാവസ്ഥ നിലനിർത്താനും അസമിനും അസമിന്റെ സൈന്യത്തിനും സാധിക്കും. അസം നടത്തിയ പ്രകോപന പ്രസംഗത്തിന് ശേഷമാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്കെതിരെ ഭീകരാക്രമണം നടക്കുന്നത് എന്നതും ഓർക്കണം. കടുത്ത യുദ്ധവെറിയനും വർഗീയവാദിയുമായ ഒരാളെ ആണവായുധങ്ങൾ അടക്കമുള്ളവ ഏൽപ്പിക്കുന്നത് തന്നെയാണ് ലോകം പാകിസ്ഥാനെതിരെ തിരിയാൻ കാരണം.